ചിത്രത്തിൽ കാണുന്നതുപോലെ ഈഗോ എന്നത് വ്യക്തിയുടെ സ്വയം കേന്ദ്രീകൃതമായ ഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ഭാവം പലപ്പോഴും വ്യക്തിഗതമായ വളർച്ചയുടെയും ശാന്തമായ മനസ്സിന്റെയും മുന്നിലുള്ള തടസ്സമായി വർത്തിക്കുന്നു. ആന്തരിക സമാധാനം നേടാനുള്ള ശ്രമത്തിൽ ഈ അഹങ്കാരത്തെ ലഘൂകരിക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ചില സമീപനങ്ങൾ ഇവയാണ്. സ്വയം തിരിച്ചറിയുക. നമ്മുടെ ചിന്തകളിലും പെരുമാറ്റങ്ങളിലും അഹങ്കാരം എപ്പോൾ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. വിമർശനങ്ങളോട് പ്രതികരിക്കുന്ന രീതി, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന സന്ദർഭങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിരീക്ഷണത്തിലൂടെ അഹങ്കാരത്തിന്റെ സ്വാധീനം തിരിച്ചറിയാൻ കഴിയും. വിനയപരമായ മനോഭാവം സ്വീകരിക്കുക. ലോകത്തെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ടെന്ന് അംഗീകരിക്കുക. ഓരോ വ്യക്തിക്കും അവരുടേതായ അനുഭവങ്ങളും അറിവുകളും ഉണ്ടെന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് പഠിക്കാൻ സന്നദ്ധത കാണിക്കുക. സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വന്തം ആവശ്യങ്ങൾക്കും നേട്ടങ്ങൾക്കുമപ്പുറം മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക. നിസ്വാർത്ഥമായ ഇടപെടലുകൾ ഞാൻ എന്നതിലുപരി നമ്മൾ എന്ന ചിന്തയിലേക്ക് നമ്മെ നയിക്കും. കഴിഞ്ഞതും ഭാവിയും മാറ്റിവെക്കുക. അഹങ്കാരം പലപ്പോഴും കഴിഞ്ഞുപോയ വിജയങ്ങളിലോ ഭാവിയിലെ അംഗീകാരത്തെക്കുറിച്ചുള്ള ആകാംക്ഷയിലോ ആണ് ജീവിക്കുന്നത്. പകരം ഈ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ലയിക്കുമ്പോൾ അനാവശ്യമായ സ്വയം പ്രകടനത്തിനുള്ള താൽപര്യം കുറയും. ഈ മാറ്റങ്ങളിലൂടെ അഹങ്കാരത്തിന്റെ ഭാരം കുറയുകയും മനസ്സിന് കൂടുതൽ വിശാലതയും ശാന്തതയും അനുഭവപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക.